ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറെ നാളായി നമ്മൾ ഒരു വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഞാൻ എൻ്റെ +2 വരെ പഠിച്ച എൻ്റെ ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂൾ മുരിങ്ങൂരിലാണ്. ഇന്ന് ഞങ്ങൾക്ക് അലുമിനി മീറ്റ് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഒരുപാട് പേര് വരുന്നൊരു ഇവന്റ് ആയിരുന്നു. ആൻഡ് ഈ ഒരു ഇവന്റിൽ നമ്മൾ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ എടുത്തൊരു കൊച്ചു മിനി വ്ളോഗാണ് നമ്മൾ ഇതിൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ആൻഡ് ടുഡേ ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇത്രയും വർഷമായിട്ട് കുറെ എന്നെ അതിന് ശേഷം അറിയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ who I am was like ഈ സ്കൂളാണ് എന്നെ ഡെവലപ്പ് ചെയ്തത്. സോ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അതിന്റെ എന്റെ പിറകിൽ കാണുന്ന ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ എല്ലാ പരിപാടിയും പയറ്റി തെളിഞ്ഞ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം വ്ളോഗ് എന്ന് വിചാരിച്ചു. സോ എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് എന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ മൈ നെയിം ഈസ് ശാലിൻ ജോസ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് വാച്ച് ദ ഫുൾ വ്ളോഗ്. കം ഓൺ. അപ്പോൾ തൃശ്ശൂരുള്ള ചാലക്കുടിക്കടുത്ത് ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂൾ മുരിങ്ങൂരാണ് ഞാൻ LKG മുതൽ +2 വരെ പഠിച്ച സ്കൂള്. അപ്പോൾ ഈ സ്കൂള് പണിതിട്ട് 25 വർഷമായി. അപ്പോൾ അതിൻ്റെ ജൂബിലിയുടെ ഭാഗമായിട്ടും കൂടിയാണ് ഒരു അലുമിനി മീറ്റ് സംഘടിപ്പിച്ചത്. അപ്പോൾ 25 എന്നൊക്കെ എഴുതി പൂക്കളുകൊണ്ട് നന്നായി അലങ്കരിച്ചിട്ടൊക്കെയാണ് സ്കൂൾ വെച്ചിട്ടുള്ളത്. ഇനി ഈ സ്കൂളിൻ്റെ പേര് ലിറ്റിൽ ഫ്ലവർ എന്നായതുകൊണ്ട് തന്നെ സെയിൻറ്റ് ട്രീസയുടെ ഒരു സ്കൂളാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡിൽ കാണുന്നത് ഒരു അക്വേറിയമാണ്. ഈ അക്വേറിയത്തിൽ മീനായിട്ട് എന്തോ ഈ കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിലെല്ലാവർക്കും ഒരു ബന്ധമുണ്ട്. ആൻഡ് പിന്നെ കാണുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ റൂം. ഇവിടെയൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കോർട്ട്യാർഡ്, ഞങ്ങളുടെ ക്വാഡ്രാങ്കിൾ. സോ ഒരു വീടിൻ്റെ നടുമുറ്റം പോലെയാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ. ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് അത്രയും മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ആയിട്ടൊക്കെ അലങ്കരിച്ച് വെച്ചേക്കാണ്. ഞാൻ ഈ അലങ്കാരങ്ങളെല്ലാം കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റുകളൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ആൻഡ് ഞങ്ങൾക്ക് സ്റ്റെയർ കേസുകളുണ്ട് 2 സൈഡിലും. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെയൊക്കെ ഒരുപാട് മെമ്മറീസ് ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ള കാര്യത്തിൽ. ആൻഡ് ഇതിനുള്ളിൽ കയറുമ്പോൾ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ വരാന്തകൾ, ഞങ്ങളുടെ ക്ലാസ് റൂംസ്, നോട്ടീസ് ബോർഡ്. ഇവിടെയൊക്കെ ഒരുപാട് സമയം നിന്ന് അല്ലെങ്കിൽ കളിച്ച് ഓടി നടന്ന കുറേ ഓർമ്മകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് മൊമെൻ്റ് ആയിരുന്നു. ആൻഡ് ഇപ്പോൾ കാണുന്നതൊക്കെ ഞങ്ങളുടെ ക്ലാസ് റൂംസ്. ആ നോട്ടീസ് ബോർഡൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു മത്സരം പോലെ പിള്ളേരെ അലങ്കരിച്ച് വയ്ക്കും. ഇതൊക്കെ ഞങ്ങളുടെ ക്ലാസ് റൂംസ് ആയിരുന്നു. ആൻഡ് ഇപ്പോൾ കാണുന്നുണ്ടോ, ഞങ്ങളുടെ ആ ബ്ലോക്കിൽ തന്നെ ഏറ്റവും മുകളിലത്തെ നിലയെന്നുള്ളൊരു വ്യൂ ആണിത്. ഇവിടെയൊക്കെ നിന്ന് വായ നോക്കലും വർത്താനം പറയലും പരിപാടി കാണലൊക്കെ ആയിട്ട് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കണ്ട ഫ്ലാഗുകളിലൊക്കെ ഇതൊട്ടിച്ച് അതൊക്കെ ഭയങ്കര മെമ്മറീസ്. ഫ്ലാഗ് നോക്കി ഞങ്ങൾ കുറേ കാര്യങ്ങൾ രാജ്യങ്ങളെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ പുറത്ത് വരുമ്പോഴുള്ളൊരു വ്യൂ ആണിത്. ഞങ്ങളുടെ ഗ്രൗണ്ടും അവിടെ ഒരു മരം, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ വലിയ മരമായിരുന്നു. അങ്ങനെ ഇത് ഞങ്ങളുടെ LKG ബ്ലോക്കാണ്. LKG തുടങ്ങി 4ാം ക്ലാസ് വരെയുള്ള പിള്ളേരുടെ ബ്ലോക്കാണിത്. ആൻഡ് ഇത് ഞങ്ങളുടെ 5ാം ക്ലാസ് തുടങ്ങി +2 വരെയുള്ള പിള്ളേരുടെ ബ്ലോക്ക്. അവിടെയാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. ഇതിപ്പോൾ പുതുതായിട്ട് സ്കൂളിൽ വന്ന ബാസ്കറ്റ്ബോൾ കോർട്ടാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഒന്നും ഇതുണ്ടായിരുന്നില്ല. അതിപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴാണല്ലോ നല്ല കാര്യങ്ങളൊക്കെ സ്കൂളിൽ വരെ. അപ്പോൾ അത് പുതിയ ബാസ്കറ്റ്ബോൾ കോർട്ടൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇത് ഞങ്ങളുടെ ഈ KG സെക്ഷനിലുള്ള പ്ലേ ഗ്രൗണ്ടാണ്. പ്ലേ ഗ്രൗണ്ടെന്ന് കാണുമ്പോൾ പിന്നെ നമ്മൾ എത്ര പ്രായമാണെങ്കിലും കളിച്ചിരിച്ച് കിടക്കും. ഇവിടെയൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി താടി പൊട്ടിയ കഥയും ഓടി നടന്ന കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുന്നൊരു സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ സ്കൂള്. ഇപ്പോൾ കാണുന്ന കണ്ടോ, ഒരു 4 കളറിൽ നോട്ടീസ് ബോർഡ് കാണും. ഇത് ഹൗസ് വൈസ് ആയിട്ട് നോട്ടീസ് ബോർഡ് ഉണ്ടാക്കുന്ന കോമ്പറ്റീഷനിലൊക്കെ വരുന്ന ഭാഗങ്ങളാണ്. ഞങ്ങളെല്ലാവരും അതൊക്കെ നോക്കി ഞങ്ങളുടെ ഓർമ്മകളൊക്കെ അയവർക്കായിരുന്നു. ഇതാണ് എൻ്റെ സ്കൂൾ. സോ വെൽക്കം ടു ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂൾ അലുമിനി മീറ്റ് 2024. അപ്പോൾ അലുമിനി മീറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് റിട്ടയർഡായ ടീച്ചേഴ്സിനെയൊക്കെ വെച്ച് ഒരു ഈശ്വര പ്രാർത്ഥനയൊക്കെ പാടിയിട്ടാണ് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പ്രിൻസിപ്പൾ അലുമിനി മീറ്റ് ഇനോഗ്രേറ്റ് ചെയ്തു. ആൻഡ് ടീച്ചേഴ്സൊക്കെ അവരുടെ മെമ്മറീസൊക്കെ ഷെയർ ചെയ്യായിരുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാത്തവരാണ്. വളരെ ചുരുങ്ങിയ അഭിഷേകിൻ്റെയൊക്കെ ബാച്ച് വിളിച്ച് ബാക്കി എല്ലാത്തിനും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്.
എല്ലാവരുടെയും ചിരിച്ചിരിക്കുന്ന ഈ മുഖം കാണുമ്പോൾ പിന്നെ ടീച്ചേഴ്സിൻ്റെ പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. അലുമിനി മീറ്റിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതെ, പിന്നെ സ്കൂളിനെ പറ്റിയും സ്കൂളിലെ മെമ്മറീസിനെ പറ്റിയും സ്കൂളിൽ നിന്ന് പുറത്ത് പോയിട്ട് എന്തൊക്കെയാണ് ജീവിതത്തിൽ എന്ന മാറ്റങ്ങൾ അതെല്ലാം ഷെയർ ചെയ്യാനായിട്ട് സ്റ്റേജ് വാസ് ഓപ്പൺ ഫോർ എവ്രി വൺ. സോ എല്ലാവരും അവരുടെ മെമ്മറീസൊക്കെ ഷെയർ ചെയ്യായിരുന്നു. ആൻഡ് അതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ ഓർമ്മകളൊക്കെ പറഞ്ഞു. കുറേ ഫ്രണ്ട്സ് വരുന്നുണ്ട്. ബട്ട് എന്തൊക്കെ ഇരുന്നാലും നമ്മുടെ സ്കൂൾ ടൈമിൽ നമുക്കുണ്ടായ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ഉള്ള കണക്ഷൻ നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. സോ LS എന്ന് പറഞ്ഞാൽ സ്കൂൾ ഇവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സ് ഗ്യാങ്, ഇവിടെ നിന്ന് കിട്ടിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. സോ ഗ്രേറ്റ്ഫുൾ ഫോർ എല്ലാവരെയും കണ്ടതിലും ടീച്ചേഴ്സിനും എല്ലാവരും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ കോളേജസ് സ്കൂളിൽ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പം നേരത്തെ ആ ചേച്ചി പറഞ്ഞ മറ്റേ ഫ്ലാഗിൻ്റെ കാര്യം, നമ്മൾ അന്ന് പണ്ടൊക്കെ ഈ അസംബ്ലിക്ക് ഇരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ അങ്ങനെ വായിച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ ഫ്ലാഗൊക്കെ. പക്ഷെ വെൻ കം ഔട്ട് ഈ സത്യം പറഞ്ഞ നമ്മുടെ ലോകത്ത് ഇത്രയും രാജ്യങ്ങളുണ്ട്, രാജ്യങ്ങളുടെ ഫ്ലാഗ് ഇതാണ്, ഇതിന്റെ ക്യാപിറ്റൽ ഇതാണെന്നൊക്കെ മനസ്സിലാക്കിയത് ഇതൊക്കെ കണ്ടോണ്ടാ. പുറത്തുനിന്നത് നമ്മൾ ഗൂഗിളിൽ നിന്ന് നോക്കിയൊന്നും പഠിക്കുന്നില്ല, ഇതിനെ കണ്ട് ശീലമുള്ളതുകൊണ്ട് എവിടെ പോയാലും ഒരു ഫ്ലാഗ് കണ്ട പെട്ടെന്ന് മനസ്സിലാവും ഇതിന്റെ ഫ്ലാഗ്. അങ്ങനെ ഇവിടെ നിന്ന് കിട്ടിയ ഭയങ്കര ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും അടിച്ചടിച്ച് തല്ലി ഇംഗ്ലീഷ് പഠിപ്പിച്ച സ്കൂളാണത്. നമുക്കിങ്ങനെ എന്താണ് ഇവിടെ കാണിക്കണേന്നൊക്കെ തോന്നില്ല. പക്ഷെ ഇപ്പൊ പുറത്തെത്തുമ്പോ അതെ ഇംഗ്ലീഷ്, ഇപ്പൊ ഞാനിപ്പോ ലോ പഠിക്കുമ്പോഴാണെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. സോ എല്ലാം കൊണ്ട് ഇപ്പം ആസ് എ പേഴ്സൺ ഞാൻ ലാസ്റ്റായിട്ട് ഇവിടെ നിന്ന് സംസാരിച്ചത് എൻ്റെ ഫെയർവെൽ എന്നാണ്. അപ്പോൾ ആസ് എ പേഴ്സൺ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കാരണം ഈ സ്കൂൾ തന്നെയാണ്. ഇവിടുത്തെ എല്ലാ പരിപാടികളും സഹോദയ സ്കൗട്ടിൽ ഉണ്ടായിരുന്നില്ല, എന്നാലും സഹോദയ ആനുവൽ ഡേ എവിടെയൊക്കെ മാർഗംകളി എന്നൊക്കെ പറഞ്ഞ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ നല്ലൊരു കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും കാണാം അലുമിനി മീറ്റ്. ഞാനും ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടുന്നത്. സോ എന്തായാലും ഉഷാറാക്കാം. ഞാൻ ഇതിന്റെ ഇന്നത്തെ വീഡിയോ കുറച്ച് വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം മിക്കത് ഞാനത് നിങ്ങളുടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കിടും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും വീണ്ടും കാണാം. അപ്പൊ ഒന്നുകൂടി പറയുന്നു, കോടതിയിൽ വെച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബാക്കി വേറെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണാം. താങ്ക് യു. പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസിൽ ഒരാൾ തന്നെ വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഒരു ഉച്ചയായപ്പോഴേക്കും അലുമിനി മീറ്റ് അവസാനിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സിനൊക്കെ കണ്ട് സംസാരിച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഈ കാണുന്നതൊക്കെ എൻ്റെ ജൂനിയേഴ്സാണ്. സോ എല്ലാവർക്കും ഒരു ബാക്ക് ടു ഹോം ഫീലിംഗ് ആയിരുന്നു. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നെക്സ്റ്റ് അലുമിനി അസോസിയേഷൻ ഇലക്ഷനൊക്കെ ഉണ്ട്. എന്നെ വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ തിരഞ്ഞെടുത്തു. സോ ഈ ഇയറിലെ അലുമിനി മീറ്റ് വളരെ നന്നായി തന്നെ അങ്ങനെ അവസാനിച്ചു. സ്കൂളിൽ അലുമിനി മീറ്റ് പഴയ പിള്ളേരൊക്കെ കാണാൻ പറ്റില്ലേ? LKG ഒന്ന് കണ്ട പിള്ളേരെ വലുതായി കഴിയുമ്പോ കാണാനുള്ള ഒരു സന്തോഷമാണ്. വരാത്തവരോടൊക്കെ വരാൻ പറ വേഗം. സോ ഇതൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, +1 +2. എന്താണ് സ്കൂളിനെ പറ്റി പറയാനുള്ളത്? വളരെ മികച്ചൊരു അഭിപ്രായമാണ്. നല്ല സ്കൂളായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വേണ്ട സ്കൂളാണ്, പക്ഷെ ഇപ്പൊ വെച്ചിട്ട് തോന്നുന്നു നല്ല സ്കൂളാണ്. ലാംഗ്വേജ് അതെ, ശുദ്ധ മലയാളം, ശുദ്ധ ഇംഗ്ലീഷ് നല്ലായിരുന്നു. ഞങ്ങളുടെ ബാച്ച്മേറ്റ്സ് ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ഒരാൾ സിംഗിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. താങ്കളുടെ കൂട്ടുകാരൊക്കെ അവിടെ പോയി? ആരും വന്നില്ല. അതുകൊണ്ട് ഏകനായി നിൽക്കുന്നു ഈ കോളേജ്. എങ്ങനെയുണ്ട് ഈ അലുമിനി മീറ്റിനെ പറ്റി രണ്ടു പറയുന്നത്? നമ്മളിപ്പോ നിൽക്കുന്നത് ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ്. ആൻഡ് ഇത് എൻ്റെ പ്രിയ സുഹൃത്തും വഴികാട്ടിയുമായ ആഷ്ലിൻ. ഇവന്റെ പേര് ആഷ്ലിൻ എന്നാണ്, എന്റെ പേര് ശാലിൻ എന്നാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഈ സ്കൂളില് ഞാൻ +2 വരെ ഈ സ്കൂളിൽ പഠിച്ചു. ഇവനാണെങ്കിൽ +1 +2 മാത്രം പഠിച്ചിട്ടുള്ളൂ. സോ ഹൗ വാസ് ദിസ് സ്കൂൾ? ഹൗ വാസ് ദ സ്കൂൾ ടു യു? ടെൽ മീ. എക്സ്ട്രീംലി നൊസ്റ്റാൾജിക്. വളരെയധികം എനിക്ക് എന്താ പറയാ, പലതൊക്കെ തോന്നുന്നു പറയണമെന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ
ഈ സ്കൂളിൽ ആകെ ഞാൻ 2 വർഷം പഠിച്ചിട്ടുള്ളൂ. ആ 2 വർഷവും കൊറോണ കൊണ്ടുപോയി guys. ഞങ്ങൾ കൊറോണ ബാച്ച് ആയിരുന്നു പ്ലസ് 1. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്ലസ് 2 അധികം നല്ല മെമ്മറീസ് ഒന്നും ഇല്ല. ഈവൻ പ്ലസ് 2 ലാസ്റ്റ് എപ്പിക് ഉണ്ടായിരുന്നു. ബട്ട് യുനോ സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു വി ഹാവ് അനദർ യൂട്യൂബർ ഓൺ ദി സ്റ്റേജ്. കം. ഞാനിപ്പോ വ്ളോഗൊന്നും എടുക്കുന്നില്ല, ചുമ്മാ ഹായ് ഗായ്സ്. ഹായ് ഗൈസ്. കാണിക്കണേ. എന്താണ് സ്കൂളിനെ പറ്റി പറയാനുള്ളത്? സ്കൂൾ ഞാൻ ഇവിടെ ആക്ച്വലി 1 ഇയർ ആയിട്ടുള്ളൂ വന്നിട്ട്. 1 ഇയർ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഞാൻ 1 ഇയർ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ മാക്സിമം അടിച്ചു പൊളിക്കാൻ പറ്റുന്നോളം ഞാൻ ഇവിടെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഭയങ്കര ഓൺലൈൻ ഇപ്പൊ ഭയങ്കര മോളുടെ ഇൻഫ്ലുവൻസ് ഒറ്റ വർഷം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഷിമയുടെ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് അടിപൊളിയാണ്. സോ യാ, അപ്പൊ ഞങ്ങള് ഇവിടെ അലുമിനിയമിന്റെ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വ്ളോഗ് എടുത്ത് വെറുപ്പിച്ചോണ്ടിരിക്കും. എല്ലാരും അതന്നെ പറയുന്നത്. അവിടുന്ന് ശാലി വ്ളോഗ് എടുക്കണ ഈ ചെറിയ വീഡിയോയിലൂടെ എനിക്ക് ഒരിക്കലും എൻ്റെ സ്കൂൾ മൊത്തത്തിൽ കാണിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ബട്ട് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെയും സ്ഥലമൊക്കെ നിങ്ങളും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഫ്കോഴ്സ് ഈ സ്കൂളാണ് എന്നെ ഇന്നത്തെ ഞാനാക്കി മാറ്റിയത്. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദിസ് പ്ലേസ്. അപ്പൊ നമ്മുടെ വ്ളോഗ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ. ലോ കോളേജ് പഠിച്ചിട്ട് നീ ഇങ്ങനെ ലോ ആയിട്ട് നിക്കരുത്, ഹൈ ആയിട്ട് തന്നെ എപ്പോഴും നിക്കണം.